എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് സോളന്റ് 2 എന്ന ആനിമയുടെ എപ്പിസോഡ് 47 ബാക്ക്ഗ്രൗണ്ടിൽ മരം മുറിക്കുന്നതിൻ്റെ ഒക്കെ സൗണ്ട് ഉണ്ട്. അതൊക്കെ ഇഗ്നോർ ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ ഇടാതിരുന്നത് ഒന്ന് ഫോണിൻ്റെ അത് കംപ്ലൈൻ്റ് ആയി, അത് പ്രശ്നമായിരുന്നു. അത് മാറ്റി വന്നപ്പോൾ പനി പിടിച്ച് ശുഭം 2 കഴിഞ്ഞ് ഇപ്പോഴാണ് ഒന്ന് സെറ്റായത്. അതിൻ്റെ ഇടയ്ക്ക് ഇടാൻ വെച്ചിരുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അത് ഡിലീറ്റ് ചെയ്ത് കുറച്ച് ദിവസം മുമ്പ് എഡിറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. എന്നാൽ അത് ഇട്ടെന്ന് വെച്ചൊക്കെ വിചാരിച്ച് ഓക്കെ. അപ്പോൾ ഇന്നാണ് പോകുന്നത് സോളന്റ് 2 എന്ന ആനിമയുടെ എപ്പിസോഡ് 47. ഓക്കെ, അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ കാണിക്കുന്നത് ഹോളി ഗോസ്റ്റ് ചർച്ച് എന്നതിന്റെ ഒരു ബ്രാഞ്ച് അവിടെ റിച്വൽ ചെയ്യുന്നതാണ്. അവിടെ നോക്കി നിൽക്കുകയാണ് ഞാൻ. എന്നിട്ട് യുഹാവ കൈട്ടിനോട് സോളെല്ലാം പിടിച്ചു വെച്ചിരുന്നത് അല്ലെങ്കിൽ അൾത്തറ അതിനുള്ളിലാണ് എന്ന് പറഞ്ഞു പോകുന്നു. കൈട്ട് വേറെ വഴിക്ക് തേടി പോയി, വേറെ എന്തിനും അവിടെ ഉള്ള സീക്രട്ട് പാത്തിലൂടെ താഴേക്ക്. അവിടെ ഒരുപാട് സോളിന്റെ സൗണ്ട് അത് കാണാം. അതുപോലെ അവിടെ ഉള്ളവര് സൂയിസൈഡ് ചെയ്ത് അതിന്റെ ആത്മാവിനെ ഒരാൾ എടുക്കുന്നുണ്ട്. സംഭവം അവരെ എല്ലാവരെയും വളരെയധികം ക്രൂരമായിട്ട് ഉപദ്രവിച്ച്, അതുകൊണ്ട് തന്നെ അത്ര പ്രതികാരത്തിന്റെ ദേഷ്യം കാണും. ആ സോളിന് വളരെ പവർഫുൾ ആകും. അതിനുവേണ്ടിയാണോ ഇങ്ങനെ ചെയ്യുന്നത്? ഇത് നെക്രോമൻസർ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് നോർമലായിട്ട് ഈവിൾ സോൾ മാസ്റ്റേഴ്സ് ചെയ്യുന്നതാണ്. ഇന്ന് യോബയ്ക്ക് പറഞ്ഞു കൊടുത്ത് ഞാൻ അടുത്തേക്ക് വന്നിട്ട് ആ നിൽക്കുന്ന ഗ്രേറ്റ് അതുപോലെ സെക്കൻഡ് ഹോൾ സ്പിരിറ്റ് എൽഡേഴ്സ് എന്ന് പറയാം, അവരെ റെസ്പെക്ട് ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ ആ ഷൗമീനെ പോലെ തോന്നി, അത് വെറുതെ ആയിരുന്നു. അത് വേറെ ആരോ. അതുപോട്ടെ ഞാൻ എൻ്റെ പാരൻസിന്റെ സോൾ അത് കാണാൻ വന്നതാണോ അകത്തുണ്ടെന്ന് പറഞ്ഞു വിടുന്നു. അവളങ്ങനെ പോകാൻ നേരമാണ് തടഞ്ഞിട്ട് അവളൊന്ന് ചെക്ക് ചെയ്യുന്നു. നിന്റെ മാത്രമല്ലാതെ വേറൊരാളുടെ സെന്റ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞ അറ്റാക്കൻ എന്ന പോലെ വന്നു. അപ്പൊ തന്നെ യുഹാബ് സിമുലേഷൻ എന്ന് മാറ്റിയിട്ട് വന്ന് തടഞ്ഞു. അവിടെ നിന്ന് മാറിയിട്ട് പിന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ സോൾ ഷോക്ക് കൊടുത്തു. എന്നാൽ ഒന്നും പറ്റിയില്ലെന്ന് മാത്രമല്ല കൈ നീണ്ടു വന്നൊക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ മുകളിലുള്ള ഒരു എൽഡർ 1000 സോൾ എന്ന സ്കിൽ അത് യൂസ് ചെയ്ത് ഒരുപാട് ആത്മാക്കളെ വരുത്തി അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് വിട്ടു. അത് യുഹാബ് തടയുമ്പോൾ സോൾ ഗാദറിങ് എന്ന സ്കില്ലോട് യൂസ് ചെയ്ത് ആത്മാക്കളുടെ പവേഴ്സ് അത് എടുക്കാനായിട്ട് തുടങ്ങി. യുഹാബ് സോൾ ബോൺ യൂസ് ചെയ്ത് പിന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ അത് വർക്കിംഗ് ആകുന്നില്ല. എന്ന് മാത്രമല്ല അൺഡെഡായവർ പിന്നെ എഴുന്നേറ്റ് വരുവാണ്. യുഹാബ് മനസ്സിലായി നെക്രോമൻസർ പറഞ്ഞ പോലെ സാധാരണ ടെക്നിക് കൊണ്ട് ഇത് ശരിയാകില്ല എന്ന് പറഞ്ഞിട്ട് നെക്രോമൻസർ ഒരു കാര്യം പറയും. നെക്രോമൻസർ എന്ന് പറയുന്നത് യുഹാബ് പറയുന്നത് എൽഡർ എന്നാണ്, അല്ലെങ്കിൽ എലൈക്കിസി. ഞാൻ എളുപ്പത്തെന്ന് പറയുന്നേ ഉള്ളൂ, അതൊന്ന് ഓർത്തിച്ചേക്ക്, കാരണം ആവശ്യം വരും. എന്നിട്ട് നെക്രോമൻസറിന്റെ സോൾ റിങ് ഐ ഓഫ് ഡെസ്റ്റിനി അതിലെ സ്കില്ല് അത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. റോയിങ് പവർ എന്ന സ്കില്ല് അതിലൂടെ ഒരാളെ സീൽ ചെയ്ത് അവിടെ ഉള്ളവരെ ഇല്ലാതാക്കാൻ തുടങ്ങി. ഞാൻ ഈ അറ്റാക്ക് ചെയ്യാനായിട്ട് വിടുന്നു. അവരെ അടുത്തെത്തുന്നതിന് മുൻപേ ആ സ്കില്ലിലൂടെ അവരെല്ലാവരെയും ഇല്ലാതാക്കി. അതുപോലെ ഒരെൽഡർ അയാളെ ഇല്ലാതാക്കി, അങ്ങനെ കൊന്നുകളഞ്ഞു. അതുകൊണ്ട് ഷോക്കായ മെയിൻ ആയിട്ടുള്ള ഹോളി സ്പിരിറ്റ് അല്ലെങ്കിൽ എൽഡർ അവനോട് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് 10,000 സോളും അത് കൺസ്യൂം ചെയ്ത പവർ അത് ഉപയോഗിച്ചിട്ട് അവരോട് പറഞ്ഞത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അത്ര സോൾ അത് അബ്സർവ് ചെയ്യാനായിട്ട് തുടങ്ങി. യുഹാവ തടയുന്നു. ഞാൻ അപ്പോഴാണ് ഇതെല്ലാം സാധാരണ ആൾക്കാരാണ്, അവരെ ടോർച്ചർ ചെയ്ത് എടുത്ത സോൾ ആയതുകൊണ്ട് തന്നെ അത്ര അഗ്രസീവ് ആയിരിക്കും. യുഹാവ അപ്പോൾ അതിനെ രക്ഷിക്കാം എന്ന് പറഞ്ഞ് നെക്രോമൻസറിനെ വരുത്തി. അതുകൊണ്ട് എനിക്ക് ഫെമിലിയർ ആയ ഫീലിംഗ് ഒരുപാട് നാളുകൾക്ക് മുൻപ് വന്നതുപോലെ എന്ന് വിചാരിക്കുകയാണ്. യുഹാവയ്ക്ക് പവേഴ്സ് കൊടുത്ത് ലൈറ്റ് അട്രിബ്യൂട്ട്സിന്റെ പവർ അവിടെയുള്ള സോൾ എല്ലാം പിടി നിന്ന് മാറാനായിട്ട് തുടങ്ങി. അയാൾ അറ്റാക്ക് ചെയ്യാൻ നോക്കി. എന്ന നെക്രോമൻസറിന്റെ പവറിൽ അവിടെ മുഴുവൻ പ്യൂരിഫൈ ആയതുപോലെ ആ എൽഡറിനെ അറ്റാക്ക് ചെയ്തു. നീ ആരാണ്, ഹ്യൂമനോ അതോ ഗോഡോ? മെയിൻ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ ആ എൽഡർ ഞാൻ മരിക്കാൻ പോവുകയാണോ എന്നൊക്കെ പറയുമ്പോൾ മെയിൻ ഹോളി സ്പിരിറ്റ് ചർച്ച് അത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അതിനുത്തരം വരാതെ ഹോളി എംപറർ എറ്റേണലായിട്ട് ജീവിക്കും എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ലാതായി. അതോടെ അയാളുടെ പിടിയിലുണ്ടായിരുന്ന എല്ലാ സോളും അവരെ മുക്തരായി. അവരെല്ലാവരും നന്ദി പറയുകയാണ്. യുഹാബൻ അന്നയോട് അവളുടെ പാരൻസിനെ നോക്കാനായിട്ട് പറയുന്നു. അവൾ നോക്കാനായിട്ട് തുടങ്ങി. അവിടെ എന്നും കാണുന്നില്ല. പെട്ടെന്ന് പിറകെ നിന്ന് അവളെ വിളിച്ച് അത് അവളുടെ അച്ഛനും അമ്മയായിരുന്നു. ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അവരോട് ക്ഷമിക്കാനായിട്ട് പറയുന്നു. ആ ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് പോയതിന് അവളുടെ ജീവിതം നന്നായിട്ട് ഇനി ജീവിക്കാനും നമ്മളെ ഓർത്ത് സങ്കടപ്പെടേണ്ട, നമ്മൾ ആഫ്റ്റർ ലൈഫിലേക്ക് ഹാപ്പി ആയിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് മറിഞ്ഞു പോയി. ഈ സമയത്ത് കായിട്ടു അവിടെ മുഴുവൻ ബോംബ് വെച്ച് കഴിഞ്ഞിരുന്നു. അത് പൊട്ടിച്ചതോടെ ഹോളി സ്പിരിറ്റ് ചർച്ചിലെ മിണ്ടി ഹാളിന്റെ ഒരു ബ്രാഞ്ച് അതവിടെ ഇല്ലാതായി. ഞാൻ യുഹാവനോട് നന്ദി പറഞ്ഞു. അവൻ അവളോട് ഇനി എന്താണ് പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, എൻ്റെ പാരൻസിനെ രക്ഷിക്കാനുള്ളതായിരുന്നു, അതിനായിട്ടായിരുന്നു ഞാൻ ജീവിച്ചത്. അത് കഴിഞ്ഞു അവൻ അപ്പോഴാണ് ബേബി ഒരു ലെറ്റർ അയച്ചു. ഷ്രക്കിൽ ടാസ്ക് സെറ്റ് പുതുക്കി പണിഞ്ഞു. ക്രോസ്ബോ സ്കൂളിലേക്ക് വലിയൊരു ബൾക്കായിട്ടുള്ള രീതിയിൽ ഓർഡർ കിട്ടി. എന്ന് അവിടെ ആളാണ് കുറവ്. അതോർത്തിട്ട് അവളോട് ഷ്രക്കിൽ പോകാനോ ടാസ്ക് സെറ്റ് ജോയിൻ ചെയ്യാനോ പറയുന്നു. അവൾ അപ്പോൾ തന്നെ സമ്മതിച്ചു. അതുപോലെ സ്റ്റാർ സാപ്പിയർ അത് അവളുടെ കയ്യിൽ കൊടുക്കണം, കാരണം അത് അവൻ്റെ കയ്യിരിക്കുന്നത് ഡേഞ്ചറാണ് എന്നതുകൊണ്ട് ഇത് അവൻ്റെ ടീച്ചറിന്റെ കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടു. അവളെ വിശ്വാസം ഉള്ളതുകൊണ്ട് അവളും ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. അവൾ ഒറ്റയ്ക്കാണല്ലോ സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ അക്കാഡമിയിൽ നിന്ന് പുറത്തു വന്നത്. അതുകൊണ്ട് ഇനി അവളുടെ വേഷം സിമുലേറ്റ് ചെയ്ത് അവരെ പോകുന്ന അങ്ങനെ സേഫ് ആയിട്ട് അകത്തും കയറി. അതിനുശേഷം ദിവസങ്ങൾ കടന്നുപോയി. അവൻ ലെവൽ 6 നിന്ന് 7 സോൾ ഗൈഡിങ് മാസ്റ്ററിലേക്ക് എത്തി. ഞാൻ സ്ട്രക്കിലും എത്തി.
വാങ്ഡോങ്ങിനെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. യുഹാവയ്ക്ക് ലെറ്റർ വായിച്ചു. എൽഡർ ഷുവാൻ ആ ഇമ്പോർട്ടന്റ് ഐറ്റംസ് അത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടാങ്ക് സെറ്റിൽ ജോയിൻ ചെയ്തതും സീനിയർ ബൈബൈൻ്റെ കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞു ഒരു ലെറ്റർ അത് വായിച്ചിരിക്കുകയാണ്. അങ്ങനെ വെക്കേഷനായി യുഹാവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ മിസ്സും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ്. കായുട്ടോ അകത്തേക്ക് വരുന്നേ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഞാനിവിടെ കാര്യമാണെന്ന് വിചാരിച്ചാൽ അത് ഞാൻ അറിഞ്ഞു, ലെറ്റർ അയച്ചിരുന്നു. അതല്ല വേറെ എന്താ ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിക്കുമ്പോൾ എന്താ ഞാൻ ഇമ്പോർട്ടൻ്റ് അല്ലേ എന്ന് പറഞ്ഞ വാങ്ഡോങ് അതുകൊണ്ട് ഹാപ്പി ആയിട്ട് നേരെ ചെന്ന് എടുത്ത് കറക്കി നല്ലത് കിട്ടി. വാങ്ഡോങ്ങിനോട് ഇവിടെ വന്നാൽ ചോദിക്കുമ്പോൾ 60 ലെവൽ കംപ്ലീറ്റ് ആയി, അതുകൊണ്ട് തന്നെ സോൾഡറിങ്ങിന് വേണ്ടിയാണ് അത് ഹണ്ട് ചെയ്യാനായിട്ട് അവനെ കൊണ്ടുപോകാനാണ് വന്നത്. എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവളുടെ വീട്ടിലേക്ക്. അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല, അത് സസ്പെൻസ്. അങ്ങോട്ട് പോകുമ്പോൾ അവളോട് നിന്റെ വീടിനെ കുറിച്ച് പറയാനായിട്ട് പറയുമ്പോൾ അവൾക്കൊരു സിസ്റ്റർ ഉണ്ട്, എൽഡർ സിസ്റ്റർ എന്ന കാര്യം പറയുന്നുണ്ട്. യുഹാവോ അവരുടെ മാർഷൽ സോൾ ഫ്യൂഷൻ സ്കില്ല് ചെയ്ത ടൈമിൽ കണ്ട അത് ആലോചിക്കാണ്. പിന്നെ കൊടുത്ത് അവൻ അവളുടെ സിസ്റ്റർ എത്ര ബ്യൂട്ടിഫുൾ ആകും എന്നാണ് ആലോചിച്ചതെന്ന് പറയുമ്പോൾ വാങ്ഡോങ് മനസ്സിലായി വേറെ വഴിയില്ല, നീ ഉറപ്പായി മീറ്റ് ചെയ്തേ പറ്റൂ എന്ന് മനസ്സിലായി. എന്തോ ഒരു അർത്ഥം വെച്ച് അങ്ങനെ നിൽക്കുകയാണ്. അവിടെ ആയിട്ട് വാറ് നടക്കുന്നത് കാണുന്നേ അവന്റെ ഡിറ്റക്ഷൻ ഉപയോഗിച്ച് ജൂസിയുടെ കമന്റിൽ ഉള്ളതാണെന്ന് മനസ്സിലായി. അതുപോലെ അവിടെ നടക്കുന്നത് സോൾ ഗൈഡിങ് കാനോണിന്റെ അറ്റാക്ക് അവർ ഓടിപ്പോവുകയാണ്. നിനക്ക് എങ്ങനെ അറിയാന്ന് ചോദിക്കുമ്പോൾ ചെന്നുമായിട്ടുള്ള ഫൈറ്റിൽ അവന്റെ സ്പിരിച്വൽ അത് ഇമ്പ്രൂവ് ആയി, നീ വന്ന് മോൺസ്റ്ററായി മാറുകയാണ്. വാങ്ഡോങ്ങിന് കൊടുത്തു. പിന്നെ നടക്കുന്നതാണ് നിന്നെ കാണിക്കുന്നത്. അങ്ങോട്ട് പോകുന്നു. അവരാരാണെന്ന് ചോദിക്കുമ്പോൾ അവൻ ഇഞ്ചറി പറ്റിയ ടൈമിൽ പോലും രക്ഷിച്ചത് അവരാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഹെൽപ്പ് ചെയ്യണം എന്നാണ് യുഹാവോ. അവരുടെ അറ്റാക്കിൽ തെറിച്ചു കഴിയുന്ന കേക്ക് എംബറർ ആദ്യമായിട്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞ വാറ് പോലെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഞാൻ ഒരു യൂസ്ലെസ് തന്നെയാണ് എന്നൊക്കെ പറയുമ്പോൾ ജോസി വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ ആഗ്രഹം നടക്കുന്നില്ല, ഞാൻ മരിക്കുന്നത് വരെ എന്ന് ജോസി. അപ്പോഴാണ് യുഹാവോ വരുന്നത് കാണുന്നത്. ഞാൻ ഹാലിസിനേഷനാണ്. അവൻ വന്ന ഉടനെ കുറെ പേരെ കൊന്ന് വാങ്ഡോങ് അവരുടെ സ്കിൽ യൂസ് ചെയ്ത് കൊന്നു. യുഹാവോന്റെ ഒരു ഫോർട്രസ് കോമ്പാക്ട് എന്ന സോൾ ഗൈഡിയൻ ടൂൾ ഉപയോഗിച്ച് പിന്നെ അറ്റാക്ക് അവർക്ക് ഡിറ്റക്ഷനും കൊടുത്തു. സൗത്ത് ഈസ്റ്റ് ഭാഗത്താണ് വീക്ക്, അവിടെ അറ്റാക്ക് ചെയ്യാനായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. ജൂസി ബെസ്റ്റ് കമാൻഡോ പടയുടെ ലീഡറായിട്ട് മാറി എന്നത് യുഹാവൻ വിചാരിച്ച് അവർ അറ്റാക്ക് ചെയ്യുന്നത് ഡൂക്ക് ഹുയ്ഹോ അല്ലെങ്കിൽ ഗോങ് എംപയറിലെ അല്ലെങ്കിൽ അവരുടെ അതൊരു കിങ്ഡം എക്സ്റ്റാബ്ലിഷ്ഡ് ചെയ്യാനാണ്. അത് എതിർക്കാനായിട്ടാണ് ഇവരുടെ എംപയർ വിട്ടത്. അതല്ല യുഹാവനോട് പറയുമ്പോൾ അവരുടെ മിലിറ്ററി സ്ട്രെങ്ത് ചോദിക്കുന്നു. 80 ലെവൽ 4 സോൾ ഗൈഡിംഗ് മാസ്റ്റേഴ്സ് ആണ് ഉള്ളത്, അത് മനസ്സിലാക്കിയിട്ട് എന്റെ എബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ ഇതാണ് സമയം എന്ന് വാങ്ഡോങ്ങിനോട് പറഞ്ഞിട്ട് പോകുന്നു. ലെവൽ 6 സോൾ ഗൈഡിയൻ ഷോട്ട് എന്ന ഒരു സോൾ ടൂൾ എടുക്കുന്നു. എന്നിട്ട് അറ്റാക്ക്. വാങ്ഡോങ്ങിനോട് അവർക്ക് എബിലിറ്റി കാണില്ല, ഫോർമേഷൻ ബ്രേക്ക് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വാങ്ഡോങ് ചെയ്യുന്നു. അപ്പോഴാണ് ഓപ്പോസിറ്റ് ആയിട്ട് എനിമീസ് വരുന്നത്. അതുകൊണ്ട് അത് കേക്ക് കണ്ടിട്ട് ഷവോയാങ് ലീഡ് ചെയ്യുന്ന ഗ്രൂപ്പാണ് എന്ന് പറയുകയാണ്. യാങ് 70 ലെവലുള്ള ഒരാളാണ്. ഗോങ് എംപയറിലെ ആൾക്കാരോട് ഈ ഓർഡർ എല്ലാവരും പാലിക്കണം. ഞാൻ ഷവോയാങ് ഗോങ് എംപയറിലെ എൽഡസ്റ്റ് ആണ്. താഴെയുള്ള ഷൂട്ടറാൻ്റെ ഫിനാൻസ് പിടിച്ചോണ്ട് വരണം. യുഹാവയ്ക്ക് ഇപ്പോഴാണ് അറിയുന്നത് ജോസി ഫിനാൻസ് ആയിരുന്നു. 1000 കിലോ ഗോൾഡും 10,000 ഏക്കർ ലാൻഡ് തരുന്നതാണ് എന്നോട് പറയുന്ന കേട്ടപാടെ ഓടിച്ചെല്ലുന്നു. യുഹാവ വാങ്ഡോങ്ങിനോട് എന്ത് തന്നെയായാലും എനിക്ക് ഹെൽപ്പ് ചെയ്യണം, അവരോട് സൂക്ഷിക്കാനായിട്ടും പറയുന്നുണ്ട്. അതുപോലെ ഇതൊരിക്കലും നടക്കാൻ സമ്മതിക്കില്ല. യുഹാവ വാങ്ഡോങ് കുറെ നാൾക്ക് ശേഷം കണ്ട് ഇനി അവരുടെ സോൾ സ്കില്ല് മാർഷൽ സോൾ ഫ്യൂഷൻ സ്കില്ലൊക്കെ കാണാൻ പോകുന്നേ ഉള്ളൂ. അതൊക്കെ ഈ വാറിൽ പിന്നെ കാണിക്കുന്നൊക്കെ നോക്കാം. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.